Hi dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിഡറേഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യമായി നമ്മൾ നോക്കുന്നത് രണ്ട് ടേമുകളാണ്, സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റും സ്ട്രേഞ്ചർ ടു കൺസിഡറേഷനും. സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ നോക്കുന്നത്. എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ടി ടു എ കോൺട്രാക്റ്റ് കനോട്ട് ക്ലെയിം റൈറ്റ്സ്. ഒരു വ്യക്തി അദ്ദേഹം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി അല്ല, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട റൈറ്റിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അഥവാ അതിലെന്തെങ്കിലും അവകാശങ്ങളുണ്ടെങ്കിൽ ആ അവകാശങ്ങളൊന്നും നേടിയെടുക്കാൻ ഈ പറയുന്ന വ്യക്തിക്ക് പറ്റൂല. ഈവൻ ദോ ദ കോൺട്രാക്റ്റ് ഈസ് ഫോർ ഹിസ് ബെനിഫിറ്റ്. പക്ഷെ എന്താണ്, ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതാവാം. ആൻഡ് സച്ച് എ പേഴ്സൺ ഈസ് നോൺ ആസ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹം ഇവിടെ രൂപീകരിച്ച കോൺട്രാക്റ്റിലെ ഒരു അംഗമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടിയല്ല, പക്ഷെ ഇയാൾക്ക് ഈ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ബെനിഫിറ്റുകളൊക്കെ ഉള്ള ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അഥവാ കോൺട്രാക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ എന്താണ്, ഒരു സ്ട്രേഞ്ചറാണ്, ഒരു അപരിചിതനാണ്. അതിന് മറ്റൊരു പേരാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്താ നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫിൽ വെൻ കൺസിഡറേഷൻ ഈസ് ഫർണിഷ്ഡ് നോട്ട് ബൈ പ്രോമിസി ബട്ട് ബൈ ദ തേർഡ് പേഴ്സൺ ദ പ്രോമിസി ബിക്കം സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. ഇവിടെ ഒരു കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൺസിഡറേഷൻ ഫർണിഷ് ചെയ്തത് അല്ലെങ്കിൽ കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളത് പ്രോമിസി അല്ല, പ്രോമിസിയാണ് കൊടുക്കേണ്ടത്. പ്രോമിസർക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ കൊടുത്തത് ആരല്ല, പ്രോമിസി അല്ല, ബട്ട് ബൈ ദ തേർഡ് പേഴ്സൺ. ഇവിടെ കൊടുത്തത് ആരാണ്, തേർഡ് പേഴ്സൺ ആണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ പ്രോമിസി നമുക്ക് എന്ത് വിളിക്കാം, പ്രോമിസി ബിക്കം സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ആണ്. പ്രോമിസി എന്താണ്, സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ പ്രോമിസി ആയിട്ടുള്ള ആൾ കൺസിഡറേഷൻ കൊടുക്കണം. അയാൾ കൊടുക്കുന്നതിന് പകരം മറ്റൊരാൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോമിസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. ഇപ്പോൾ ഞാനും ഒരാളുമായി ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത് ഞാൻ ക്യാഷ് കൊടുക്കണം. ഞാൻ ക്യാഷ് കൊടുക്കുന്നതിന് പകരം എൻ്റെ ഫ്രണ്ടാണ് ക്യാഷ് കൊടുത്തത്. എനിക്ക് പകരം എൻ്റെ ഫ്രണ്ട് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. അഥവാ കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താണ്, ഒരു അപരിചിതനാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപരിചിതനാണ്, അഥവാ ഞാനല്ല കൊടുത്തത്, മറ്റാരോ ആണ് കൊടുത്തത്. അപ്പോൾ കൺസിഡറേഷൻ്റെ വിഷയത്തിൽ എനിക്കെന്തില്ല, അവിടെ റോളില്ല, മറ്റാരോ ആണ് കൊടുത്തത്. ഇനി ഈ ഒരു സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റും സ്ട്രേഞ്ചർ ടു കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് താഴത്ത് പറയുന്നത്. ഇൻ ഇന്ത്യൻ ലോ, ഇന്ത്യൻ ആക്ട് പ്രകാരം കൺസിഡറേഷൻ മെയ്ഡ് ബൈ സ്ട്രേഞ്ചർ ഈസ് ലോഫുൾ ആൻഡ് എൻഫോഴ്സബിൾ. ഇവിടെ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമപ്രകാരം അതെന്താണ്, ലോഫുൾ ആണ്, നിയമപ്രകാരമുള്ളതാണ്, എൻഫോഴ്സബിൾ ആണ്, അത് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ ഇൻ ഇംഗ്ലീഷ് ലോ stranger to consideration cannot sue and consideration must move from promisee and not from stranger. ഇവിടെ എന്ത് ചെയ്യണം, എന്നാൽ ഇംഗ്ലീഷ് ലോ പ്രകാരം സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ എൻഫോഴ്സബിൾ അല്ല. ഇപ്പോൾ ഇംഗ്ലീഷ് ലോ പ്രകാരം എന്തല്ല, അങ്ങനെ ഞാൻ കൊടുക്കേണ്ട കൺസിഡറേഷൻ ഞാൻ തന്നെ കൊടുക്കണം. മറ്റൊരാളെ ഏൽപ്പിക്കാനോ മറ്റൊരാൾ കൊടുത്താലോ എന്താവില്ല, കോൺട്രാക്റ്റ് അത് വാലിഡ് ആവുകയില്ല. ഇവിടെ എന്ത് ചെയ്യണം, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദി പ്രോമിസി ആൻഡ് നോട്ട് ഫ്രം ദി സ്ട്രേഞ്ചർ. അതെന്താവണം, അത് പ്രോമിസി തന്നെ എന്ത് ചെയ്യണം, കൺസിഡറേഷൻ കൊടുക്കണം. സ്ട്രേഞ്ചർ കൊടുത്താൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഉൾപ്പെടാത്ത മറ്റൊരാൾ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവില്ല, അത് വാലിഡ് ആവില്ല. അതെവിടെയാണ്, ഇംഗ്ലീഷ് ലോ പ്രകാരം. നമ്മൾ അതല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ ലോ ആണ്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്. കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം എന്താണ്, അത് ലോഫുൾ ആണ്. അത് കൺസിഡറേഷൻ കൊടുക്കുന്നത് ആർക്കും കൊടുക്കാം, പ്രോമിസി കൊടുക്കാം, പ്രോമിസിക്ക് പകരം മറ്റാർക്കെങ്കിലും കൊടുക്കാം. അതാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റും സ്ട്രേഞ്ചർ ടു കൺസിഡറേഷനും പറയുന്നത്. ഇനി പറയുന്നത് എക്സംഷൻ ടു ദ റൂൾസ് ദാറ്റ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് കനോട്ട് സ്യൂ. ഇവിടെ
സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതിൽ എക്സംഷൻസ് വരുന്നുണ്ട്. അഥവാ ഇവിടെ കേസ് കൊടുക്കാൻ ഇവിടെ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ സാധാരണ കേസ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ രണ്ടുപേരും അല്ലാത്ത മറ്റൊരാൾക്ക് വന്നിട്ട് ഈ കോൺട്രാക്റ്റ് ഇടപെടാനോ അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാനോ പറ്റൂല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ, അതാണ് എക്സംഷൻസ് പറയുന്നത്, ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഒന്നാമത്തേതാണ് ട്രസ്റ്റ് നമുക്കറിയാം, സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ബെനിഫിഷ്യറീസിൻ്റെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ട്രസ്റ്റീസ് ഉണ്ടായിരിക്കും. ട്രസ്റ്റീസ് എന്ന് പറയുന്നത് ഈ ട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകളെയാണ് ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. ഈ ട്രസ്റ്റീസ് കൈകാര്യം ചെയ്യുന്നത് ബെനിഫിഷ്യറീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി നമ്മളെ പോയിന്റിലേക്ക് വരാം. ട്രസ്റ്റ് ഇൻ എ കോൺട്രാക്ട് creating a trust, beneficiary who is stranger to the contract can enforce the trust. ഇവിടെ ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ട്രസ്റ്റീസ് ആണ്. ബെനിഫിഷ്യറീസ് എന്തല്ല, അവിടെ സാധാരണ യാതൊരുവിധ കോൺട്രാക്റ്റിലും ഉൾപ്പെടുന്ന ആളുകളല്ല. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വൃദ്ധസദനം, അതൊരു ട്രസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ വൃദ്ധസദനത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ട്രസ്റ്റീസാണ്, അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുകളാണ്. അവിടെയുള്ള അന്തേവാസികൾ, അവിടെയുള്ള വൃദ്ധരായിട്ടുള്ള ആളുകൾ അവിടെയുള്ള കോൺട്രാക്റ്റിലൊന്നും ഇടപെടൂല. പക്ഷേ എന്ത് ചെയ്യാം, അവർക്ക് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അവർ ട്രസ്റ്റ് ഏർപ്പെട്ട ഏതെങ്കിലും കരാറിൽ ഉൾപ്പെടാൻ ആർക്ക് അവകാശമുണ്ട്, ഈ പറയുന്ന ബെനിഫിഷ്യറീസിന് അവകാശമുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ തേർഡ് പാർട്ടിയാണ്, പക്ഷെ എങ്കിലും എന്ത് ചെയ്യാം, അവർക്കതിൽ ഉൾപ്പെടാൻ സാധിക്കും. അതാണ് നമ്മൾ പറയുന്ന എക്സംഷൻ കേസ്. അടുത്ത പോയിന്റാണ് വേർ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ എ മാരേജ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം നടക്കുന്ന സമയത്താണ് എങ്കിൽ അവിടെ സാധാരണ രീതിയിൽ ഒരു വധു വരൻ ഇവർ രണ്ടുപേരും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. പക്ഷെ അതിൽ പെണ്ണിൻ്റെ ഫാദർ അല്ലെങ്കിൽ ചെക്കൻ്റെ ഫാദർ എന്ത് ചെയ്യാറുണ്ട്, ഇൻവോൾവ് ചെയ്യാറുണ്ട്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാരേജ് സെറ്റിൽമെൻറ്റിൽ ഇടപെടാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് വേർ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ എ പാർട്ടീഷൻ ഓർ ഫാമിലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഫോർ മെയിൻ്റനൻസ് ഓർ മാരേജ് എക്സ്പെൻസ് ഓഫ് ഫീമെയിൽ മെമ്പേഴ്സ്. ഈ കൂട്ടു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒക്കെ ആയിട്ട് ജോയിൻറ്റ് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകൾ പാർട്ടീഷൻ്റെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ മാരേജ് എക്സ്പെൻസ്, ഫീമെയിൽ മെമ്പേഴ്സിൻ്റെ മാരേജ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഫാമിലി മെയിൻ്റനൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കും സാധാരണ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ അതിലുള്ള മറ്റു പാർട്ടികൾക്ക് എന്ത് ചെയ്യാം, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം, ലീഗലായിട്ട് ഫോർവേഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഇവിടെ ഈ പറയുന്ന തേർഡ് പാർട്ടിയാണ് ആര്, ബാക്കിയുള്ള മെമ്പർമാർ. അതിൽ ഒരു ഫാമിലിയിലത്തെ ഒരു മെമ്പർ അല്ലെങ്കിൽ എൽഡർ മെമ്പർ ആയിരിക്കും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ബാക്കി മെമ്പർമാർക്ക് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അടുത്ത പോയിന്റാണ് അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ. അഥവാ ഏതെങ്കിലും ഒരു കാര്യം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂൾ ഉണ്ട് എങ്കിൽ അവിടെ പാർട്ടി അല്ലാത്ത ഒരാൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ തടയാൻ വേണ്ടി സാധിക്കും. അടുത്ത പോയിന്റാണ് കോൺട്രാക്റ്റ് എൻറ്റേർഡ് ഇൻ ടു ത്രൂ ആൻ ഏജൻറ്റ് വഴി നമ്മൾ എന്തെങ്കിലും ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഏജൻറ്റ് സാധാരണ രീതിയിൽ എന്തല്ല, അവിടെ ഒരു പാർട്ടിയല്ല. പക്ഷെ എന്ത് ചെയ്യാം, ആ ഏജൻറ്റിന് വേണമെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഏജൻറ്റും മറ്റു പാർട്ടികളും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിലേക്ക് പ്രിൻസിപ്പൾക്ക്, ആ ഏജൻസി കരാർ കൊടുത്ത ആളിന് എന്ത് ചെയ്യാം, ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത പോയിന്റാണ് ആൻ അസൈനി ക്യാൻ ആൾസോ സ്യൂ ഓൺ ദി ബേസിസ് ഓഫ് അസൈൻമെൻറ്റ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് അസൈൻമെൻറ്റ് പറഞ്ഞാൽ ഒരു ഡ്യൂട്ടി മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അസൈനിക്ക് എന്ത് ചെയ്യാം, ഇടപെടാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കാനും മറ്റു വിഷയങ്ങളൊക്കെ ചെയ്യാനും പറ്റും. അതാണ് അസൈനി ക്യാൻ ആൾസോ സ്യൂ you on the basis of the assignment. Also sue ആണ്, SUE, sue on the basis of assignment. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.